ഇന്ന് നമുക്ക് ഒരുമാതിരി എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു നാടൻ ഉച്ചയൂണ് തയ്യാറാക്കാം. വിഭവങ്ങൾ അധികമൊന്നുമില്ല, എന്നാലും ഉള്ള വിഭവങ്ങൾ മിക്കവാറും എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതാണ്. ഏതാണ്ട് 90-95 കാലയളവ് വരെ മിക്കവാറും എല്ലാ വീടുകളിലും ഞായറാഴ്ച ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെയായിരുന്നു ഉച്ചഭക്ഷണം തയ്യാറാക്കിയിരുന്നത്. എല്ലാ ഞായറാഴ്ച ഇല്ലെങ്കിലും ഒന്നിരാടം ഞായറാഴ്ചകളിലോ കുറഞ്ഞപക്ഷം മാസത്തിലെ ഒരു ഞായറാഴ്ചയെങ്കിലും ഉറപ്പായും ഇത്തരത്തിലൊരു ഉച്ചയൂണ് ഉണ്ടാവും. എന്നാൽ ഇന്നങ്ങനെയൊന്നുമല്ല. ഇന്ന് ഫാമിലിയോടൊപ്പവും കൂട്ടുകാരുടെ ഒപ്പവും വെളിയിൽ പോയി മന്തിയും ബിരിയാണിയും ഒക്കെ കഴിക്കാനാണ് ചിലർക്കൊക്കെ ഇഷ്ടം. എന്നാൽ ഇന്നും ഇതുപോലെ നല്ല വെന്തുടഞ്ഞ കപ്പയും കുറുകിയ ചാറുള്ള ബീഫ് കറിയൊക്കെ കിട്ടിയാൽ ആസ്വദിച്ച് കഴിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇതൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ? ഫ്രണ്ട്സ്, ഞാൻ ലിൻഡ വർഗീസ്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് സമയം കൊണ്ട് ഇത്രയും വിഭവങ്ങൾ ഞാൻ എങ്ങനെ തയ്യാറാക്കി എന്നുള്ളത് അതേ ഒരു ഓർഡറിലാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ചോറ് ഞാൻ സാധാരണ വെക്കുന്നത് പ്രഷർ കുക്കറിലായതുകൊണ്ട് അരി കഴുകി കുക്കറിലിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായതുകൊണ്ട് അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിനുശേഷം ബീഫ് കട്ട് ചെയ്ത് കഴുകി വെള്ളം പോകാനായിട്ട് മാറ്റി വെക്കാം. ഇന്നത്തെ കാലത്ത് നമുക്ക് കടകളിൽ നിന്ന് ബീഫ് കട്ട് ചെയ്ത് വാങ്ങാൻ പറ്റും. ഞാൻ പക്ഷേ ഇതിങ്ങനെ ചോദിച്ചു വാങ്ങിയത് മറ്റൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് ഓർത്തത് ഇന്ന് ഇങ്ങനെ ഒരു ഉച്ചയൂണ് തയ്യാറാക്കാമെന്ന്. ബീഫ് കറി വെക്കാനായിട്ട് എല്ലോട് കൂടിയതും എല്ലില്ലാത്തതും ഒക്കെ നമുക്കെടുക്കാം. ചിലർക്കൊക്കെ എല്ലുള്ളതാണ് ഇഷ്ടം. എനിക്കും പൊതുവേ എല്ലുള്ള ബീഫ് കറിയാണ് ഇഷ്ടം. ബീഫ് മുഴുവനും കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇത് നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കണം. കുറേ പ്രാവശ്യം കഴുകണം. എത്ര തവണ കഴുകിയാലും ഇതിൽ നിന്ന് ചുവന്ന നിറത്തിലുള്ള വെള്ളം വരുന്നത് കാണാം. നന്നായിട്ട് ഉലച്ച് കഴുകിയെടുക്കുക. ഞാനിപ്പോൾ ഇത് കുറഞ്ഞ ഒരു 10 തവണയെങ്കിലും കഴുകിയിട്ടുണ്ട്. എന്നിട്ടും കണ്ടില്ലേ, ചെറിയ ചുവപ്പ് നിറത്തിലാണ് ഇതിൽ നിന്ന് വെള്ളം വരുന്നത്. നന്നായിട്ട് കഴുകി ഞെക്കി പിഴിഞ്ഞെടുത്ത് വെള്ളം പോകാനായിട്ട് മാറ്റി വെക്കണം. കുറഞ്ഞതൊരു 30 മിനിറ്റേലും വെക്കുക. ഇതിലേക്ക് വേണ്ടുന്ന ബാക്കി സാധനങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കുമ്പോഴേക്കും ഇതിലെ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടും. വെള്ളം ഒട്ടും ചേർക്കാതെയാണ് ഞാനിപ്പോൾ ഇത് കറി വെക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ നന്നായിട്ട് കഴുകി ഇത് വെള്ളം പോകാനായിട്ട് മാറ്റി വെക്കുകയാണ്. ഏതാണ്ട് 1 കിലോയോളം ബീഫുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ മീഡിയം സൈസിലുള്ള 3 സവോളയാണ് എടുത്തിരിക്കുന്നത്. സവോള ഈ കാണുന്നത് പോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇത് എണ്ണയിൽ വഴറ്റിയല്ല ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. ഇതിലേക്ക് വെള്ളവും ചേർക്കുന്നില്ല. സവോള മുഴുവനും കട്ട് ചെയ്തെടുത്തു. നല്ലതായിട്ട് കുറുകിയ ചാറുള്ള ബീഫ് കറി ആകേണ്ടത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് 2 തക്കാളി കൂടി ചേർക്കുകയാണ്, മീഡിയം സൈസിലേത്. ചിലരൊക്കെ തക്കാളി ചേർക്കാതെയാണ് ബീഫ് കറി ഉണ്ടാക്കാറുള്ളത്. തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. ഇനി വേണ്ടുന്നത് കുറച്ച് വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയുമാണ്. ഞാനിപ്പോൾ 1 ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി 2ആയിട്ട് പിളർന്നെടുക്കുകയാണ്. ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുകയാണ്. ഇത് രണ്ടും മിക്സിയുടെ ജാറിലിട്ട് അരച്ച് വേണമെങ്കിലും ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്തതിന് ശേഷം ഇനി വേണ്ടുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില ചേർത്താൽ ബീഫ് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. 3 പച്ചമുളക് 2ആയിട്ട് മുറിച്ചെടുത്ത് വെച്ചു. ബീഫ് കറി റെഡിയാക്കാനായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ട സാധനങ്ങളൊക്കെ റെഡിയായി. വെള്ളം പോകാൻ വെച്ചിരുന്ന ബീഫ് പ്രഷർ കുക്കറിലേക്ക് എടുത്തു. ഈ കട്ട് ചെയ്ത സാധനങ്ങൾ മുഴുവനും അതിലേക്ക് ഇടുക. ഇനി ഇതിലേക്ക് വേണ്ടുന്ന മസാലകൾ ചേർക്കാം. 1 കിലോ ബീഫാണുള്ളത്. അതുകൊണ്ട് തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇത് വീട്ടിൽ തയ്യാറാക്കിയ ഗരം മസാലയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് നേരത്തെ ഇട്ടിട്ടുണ്ട്. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് രണ്ടും വീട്ടിൽ തന്നെ വറുത്തു പൊടിച്ചതാണ്. 1/4 തൊട്ട് 1/2 ടീസ്പൂണോളം കായപ്പൊടി, ആവശ്യമായ ഉപ്പ് ഏതാണ്ട് 1/2 ടീസ്പൂൺ ആകുമ്പോഴേക്കും ആവശ്യത്തിനുള്ളതാകും. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ച് അടുപ്പത്തേക്ക് വെക്കുക. ബീഫിൻ്റെ വേവ് വരുന്നത് പലപ്പോഴും പല രീതിയിലാണ്. എത്രത്തോളം വിസിൽ കേൾപ്പിക്കണമോ അതനുസരിച്ച് വേണം നിങ്ങൾ വേവിച്ചെടുക്കാനായിട്ട്. ബീഫ് വെന്ത് വരുന്ന സമയം കൊണ്ട് കപ്പ വൃത്തിയാക്കിയെടുക്കാം. കപ്പയുടെ തോല് പൊളിക്കാനും നുറുക്കാനും ഒക്കെ അറിയാവുന്നത് കൊണ്ട് വീഡിയോയിൽ നിന്ന് അതൊക്കെ ഒഴിവാക്കിയിരിക്കുകയാണ്. നന്നായി നുറുക്കിയെടുത്ത കപ്പ കഴുകി വൃത്തിയാക്കിയെടുത്ത് കപ്പ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളവും ഒഴിച്ച് അടുപ്പത്തേക്ക് വെക്കാം. തിളച്ച് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ടുന്ന മസാല റെഡിയാക്കി എടുക്കാം. 1/2 കപ്പ് ചിരകിയ തേങ്ങയിലേക്ക് 4 അല്ലി വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യമായ ഉപ്പും. ഞാനിപ്പോൾ 2 കിലോ കപ്പയുള്ളത് കൊണ്ട് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കി ചേർക്കുക. പച്ചമുളകോ വറ്റൽമുളകോ കാന്താരി മുളകോ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് ഉപയോഗിക്കാം. കറിവേപ്പില കൂടി ചേർത്ത് ഒരുപാട് അരിഞ്ഞു പോകാതെ ഈ ഒരു രൂപത്തിൽ ഒന്ന് ഒതുക്കിയെടുക്കുക. കറിവേപ്പില ഇതിൻ്റെ ഒപ്പം ചേർത്തെടുക്കുന്നത് തന്നെയാണ് നല്ലത്. ഇല്ലെങ്കിൽ കറിവേപ്പില വെളിയിൽ പോകാനാണ് ചാൻസ് കൂടുതൽ. കറിവേപ്പില കഴിക്കുന്നത് ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ് കേട്ടോ. ഈ സമയം കപ്പ ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിപ്പോൾ വെന്തിട്ടില്ല. ഞാൻ സാധാരണ കപ്പ വേവിക്കുമ്പോൾ ഒന്ന് തിളച്ചതിന് ശേഷം ആ വെള്ളം അങ്ങ് ഊറ്റി കളഞ്ഞതിന് ശേഷം വേറെ വെള്ളം ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ച് വേവിച്ചതിന് ശേഷമാണ് അരപ്പ് ചേർക്കുന്നത്. നിങ്ങളിങ്ങനെയാണോ ചെയ്യാറുള്ളത്? ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കപ്പയ്ക്ക് കയ്പുണ്ടെങ്കിൽ അതൊന്ന് മാറിക്കിട്ടുകയും ചെയ്യും. പിന്നെ ഷുഗർ ഉള്ളവരൊക്കെ ഇങ്ങനെ കഴിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു കേട്ടിട്ടുമുണ്ട്. ബീഫ് വേകാൻ വെച്ചത് 5 വിസിൽ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതിലേക്ക് കുറച്ച് പ്രഷർ കയറ്റി തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കുകയാണ്. ഇനി ഫുൾ പ്രഷർ പോയതിന് ശേഷം മാത്രമേ ഇത് തുറക്കുകയുള്ളൂ. കപ്പയുടെ ഒപ്പം മോരുകറി കൂട്ടി കഴിക്കാൻ എത്ര പേർക്ക് ഇഷ്ടമുണ്ട്? കടയിൽ നിന്ന് വാങ്ങിയ 1 പാക്കറ്റ് തൈര് വെള്ളം ഒട്ടും ചേർക്കാതെ മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്. ഈ സമയം കപ്പ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർക്കാം. കപ്പ സൈഡിലേക്കൊന്ന് മാറ്റിയതിന് ശേഷം നടുഭാഗത്തായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത്
മിക്സിയുടെ ജാറിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് അതുകൂടി ഇതിലേക്ക് ചേർക്കുക. വെള്ളം കൂടുതൽ ഒഴിക്കരുത്. എന്നിട്ട് കപ്പ വെച്ച് ഈ മസാല ഒന്ന് മൂടി വെച്ചതിന് ശേഷം അടച്ച് അടുപ്പത്തേക്ക് വെച്ച് ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് ഒന്ന് വെക്കുക. ആ മസാല ഒന്ന് ചൂടായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി വളരെ പെട്ടെന്ന് എങ്ങനെ മോര് കാച്ചിയെടുക്കാമെന്ന് നോക്കാം. അടിച്ചു വെച്ചിരുന്ന തൈര് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് മിക്സിയുടെ ജാറിൽ കുറച്ച് മാത്രം വെള്ളവും കൂടെ ചേർത്ത് അതുകൂടി ഇതിലേക്ക് ചേർക്കുക. വെള്ളം വളരെ കുറച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത്. തേങ്ങ അരച്ച് ചേർക്കാതെയാണ് ഞാൻ ഈ മോര് കാച്ചുന്നത്. ചിലരൊക്കെ മോര് കാച്ചുമ്പോൾ തേങ്ങ അരച്ച് ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്. ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് ഇത് മാറ്റി വെക്കുക. കടുക് താളിക്കുന്നതിനായി ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചു. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുകയാണ്. എനിക്ക് പൊതുവേ കടുക് താളിക്കുന്നതിൽ കടുക് ചേർക്കാതെ താളിച്ച് ചേർക്കുന്നതിനോടാണ് ഇഷ്ടം കൂടുതൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടുക് പൊട്ടി കഴിയുമ്പോൾ ഇതെല്ലാം ചാടി വെളിയിലേക്ക് പോകും. പിന്നെ ഇതൊക്കെ വൃത്തിയാക്കാനും നിൽക്കണം. അതിലും നല്ലത് കടുക് ചേർക്കാതെ താളിച്ച് ചേർക്കുന്നതല്ലേ. കഴിവതും ഞാൻ കടുക് ഒഴിവാക്കുകയാണ് പതിവ്. പക്ഷെ മോര് കാച്ചുമ്പോൾ അതിൽ കുറച്ച് കടുക് ചേർത്തില്ലെങ്കിൽ കാണാനും ഒരു ഭംഗിയില്ല, ടേസ്റ്റിനും ചെറിയൊരു വ്യത്യാസം വരും. കാരണം വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടി വരുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. കടുക് താളിക്കുന്നതിനായി വെളുത്തുള്ളി, ഇഞ്ചി, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതുകൂടി ചേർക്കാം. നന്നായിട്ട് മൂത്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് മസാലകൾ ചേർക്കേണ്ടത്. ഇല്ലെങ്കിൽ മസാല കരിഞ്ഞു പോകും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് കൂടുതൽ നല്ലത്, 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇത്രയും ചെറിയ തീയിൽ വെച്ച് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് മോരടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഇത് ചേർക്കുക. വെള്ളം ഇനി ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് ചെറിയ തീ വെച്ച് ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി. തിളപ്പിക്കരുത്. തിളപ്പിച്ചാൽ ഇത് പിരിഞ്ഞു പോകും. നിങ്ങൾ ഈ രീതിയിൽ തന്നെയാണോ മോര് കാച്ചി എടുക്കാറുള്ളത്? ഇതല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും മോര് കാച്ചി എടുക്കാറുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റായിട്ട് എഴുതി അറിയിച്ചോളൂ കേട്ടോ. ഈ വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതാനും മറക്കരുതേ. പുതുതായിട്ട് ഈ ചാനലിലേക്ക് വന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തൊരു ബെല്ല് കാണാം, അതിലൊന്ന് തൊട്ട് അത് ഓൾ എന്നാക്കി വെച്ചാൽ നിങ്ങൾക്ക് പുതിയ വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ വേഗം കിട്ടുകയും ചെയ്യും. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ അതെനിക്കൊരു സപ്പോർട്ടും കൂടിയാണ്. നിങ്ങൾ എഴുതുന്ന ഓരോ അഭിപ്രായങ്ങളും എനിക്ക് കൂടുതൽ നന്നായിട്ട് വീഡിയോകൾ ചെയ്യാനുള്ളൊരു പ്രചോദനമാവുകയും ചെയ്യും. പിന്നീട് ഈ വീഡിയോ കാണുന്നവർക്ക് ഇതൊന്ന് ചെയ്ത് നോക്കണമെന്ന് തോന്നുകയും ചെയ്യും. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ മോര് കാച്ചിയത് റെഡി ആയിട്ടുണ്ട്. അടുപ്പത്ത് തന്നെ വെക്കാതെ മാറ്റി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പിരിഞ്ഞു പോകുമേ ചൂടടിച്ച്. പ്രഷർ പോകാനായിട്ട് മാറ്റി വെച്ചിരുന്ന ബീഫ് പ്രഷറൊക്കെ പോയി തുറന്നു നോക്കിയപ്പോൾ കണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുണ്ട്. ഇനി ഇത് ഒന്നുകൂടി ഒന്ന് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് തേങ്ങാക്കൊത്തിട്ടൊന്ന് മൂപ്പിക്കുകയാണ്. തേങ്ങാക്കൊത്തിന് ആവശ്യമായ ഉപ്പും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വേണം തേങ്ങാക്കൊത്തൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതും ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് മൂപ്പിച്ചെടുത്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ് ചേർക്കാതിരുന്നത്. തേങ്ങാക്കൊത്ത് ചെറുതായിട്ടൊന്ന് മൂത്ത് ഈ ഒരു നിറമായി വരുമ്പോഴേക്കും ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർക്കാം. കുക്കറിൽ നിന്ന് ബീഫ് മുഴുവനും ഇതിലേക്ക് ചേർത്തതിന് ശേഷം കുക്കറിൻ്റെ അവിടെയായിട്ട് മസാല പിടിച്ചിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. 1/2 ഗ്ലാസ് വെള്ളം അതിലേക്ക് ചേർത്ത് അതുകൂടി നന്നായിട്ടൊന്ന് കഴുകി ഇതിലേക്ക് ചേർക്കുക. കൂടുതൽ വെള്ളം ചേർക്കണ്ട. നല്ല കുറുകിയ ചാറുള്ള ബീഫ് കറിയാണ് റെഡിയാക്കി എടുക്കുന്നത്. കപ്പ കഴിക്കാൻ അങ്ങനെയുള്ള ബീഫാണല്ലോ ഏറ്റവും നല്ലത്. കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് കുറുകിയിരിക്കണം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഒരു 3 മിനിറ്റ് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും ബീഫ് കറി റെഡിയാകും. മസാല ചൂടാകാനായിട്ട് അടച്ചു വെച്ചിരുന്ന കപ്പ ഞാൻ തീയൊക്കെ ഓഫ് ചെയ്ത് ഒരിടത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ട് വെന്ത കപ്പയായതുകൊണ്ട് തന്നെ ഇളക്കിയെടുക്കാൻ വളരെ എളുപ്പമുണ്ടായിരുന്നു. നിങ്ങൾക്ക് കപ്പ ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്നതാണോ അതോ കുഴയാതിരിക്കുന്നതിനോടാണോ ഇഷ്ടം കൂടുതൽ? കപ്പയും റെഡി ആയിട്ടുണ്ട്. ബീഫും ദേ ഇവിടെ നന്നായിട്ട് തിളച്ചു. ഇനി ഇതും നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ ഒപ്പം ഒരു തോരനും കൂടെ റെഡിയാക്കണമല്ലോ. ഞാനിവിടെ പയറാണ് എടുത്തിരിക്കുന്നത്. വള്ളിപ്പയറെന്നും മരിഞ്ഞാണപ്പയറെന്നും അച്ചിങ്ങപ്പയറെന്നും അങ്ങനെ പല പേര് ഇതിനുണ്ട്. നീളമുള്ളൊരു പയറില്ലേ, അതാണിത്. ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെളുത്തുള്ളി, സവോള, കറിവേപ്പില, പച്ചമുളക് ഇത്രയും ചേർത്താണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് തേങ്ങയും ഉപ്പും ജീരകപ്പൊടിയും മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്തിരിക്കുന്നത്. ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കടുക് പൊട്ടിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാനിത് നേരെ അടുപ്പത്തേക്ക് വെക്കുകയാണ്. 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്താണ് വെക്കുന്നത്. ആദ്യം ഒന്ന് ഫുൾ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ തീ കുറച്ച് വെച്ച് വേവിച്ചെടുത്താൽ അത് നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി നിങ്ങൾക്ക് കടുക് താളിക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെന്തതിന് ശേഷം കുറച്ച് കടുക് താളിച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാവുന്നതാണ്. എനിക്കതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ കറികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തയ്യാറാക്കി 1 വർഷത്തിലധികമായ മാങ്ങാച്ചാറാണ് നിങ്ങളിപ്പോൾ ഈ പ്ലേറ്റിൽ കാണുന്നത്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയുന്നതിനായിട്ട് ഇതിനു മുന്നേ ഞാൻ അതിൻ്റെ ഷോർട്ട് വീഡിയോയും ലോങ് വീഡിയോയും ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്, ലിൻഡ വർഗീസ്.